ഹായ് ഗീക്സ്, വെൽക്കം ടു ജിഷ്ണു ഗീക്സ്. ഇന്ന് നമ്മുടെ പൈത്തൺ ക്രാഷ് കോഴ്സിന്റെ ഡേ 2 സെക്ഷൻ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. സോ മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. പൈത്തണിന്റെ സിമ്പിളിൽ തന്നെ രണ്ട് പാമ്പുകളുണ്ട്, ഒരു പാമ്പ് ഇവിടെയും ഒരു പാമ്പ് ഇവിടെയും. സോ ആ ഒരു ലോഗോ ആണ് പൈത്തണിന്റെ ഒരു ലോഗോ. ഓക്കെ, സോ അത് വിട്. നമ്മുടെ ഡേ 2 സെക്ഷനിൽ നിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് ഇൻപുട്ട് ഫംഗ്ഷൻ, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ടൈപ്പ് കാസ്റ്റിംഗ്, അതെന്തിനാണ്, അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ പേര് കേട്ട് പേടിക്കേണ്ട, നമ്മൾ സിമ്പിൾ ആയിട്ട് സംഭവം എന്തൊക്കെയാണ് പറയും. ഓക്കെ, സോ നമുക്ക് പൈത്തൺ ഇൻപുട്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇൻപുട്ട്? പേര് കേട്ടോ, ഇൻപുട്ട്, ഒരു സാധനം ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ATM കൗണ്ടറിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീനിൽ നിങ്ങൾ ബാലൻസ് അല്ലെങ്കിൽ പിൻ അടിക്കേണ്ട ഒരു ഫീൽഡ് കാണാം. ആ സമയത്ത് നമ്മൾ പിൻ അടിക്കുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ച് പൈസ കിട്ടും. അതിനനുസരിച്ചുള്ള ലോജിക്കും കാര്യങ്ങളും ഈ ഒരു ATM മെഷീനിൽ വർക്കാവും. സോ സെയിം സംഭവം തന്നെ ഇവിടെ ഇപ്പോൾ എൻ്റർ പിൻ അടിക്കാനുള്ള ആ ഒരു ഇൻപുട്ട് ഇല്ലേ, നമ്മളിപ്പോൾ വീട്ടിൽ അടിക്കുന്ന സമയത്ത് ഇവിടത്തേക്ക് സ്റ്റോർ ചെയ്യുന്നില്ലേ, ആ സംഭവം ഏതാണ്? പൈത്തണിൽ വരുന്ന സമയത്ത് ഇൻപുട്ട് മെത്തേഡാണ് അത്. ബേസിക്കലി അത് ഈ ഒരു ഫോമിലാണ് നമ്മൾ ഒരു സംഭവം പൈത്തണിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ കോഡ് ചെയ്ത് പഠിക്കും. ജസ്റ്റ് സംഭവം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇൻപുട്ട് നമ്മളെ ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട്, ഇൻപുട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മനസ്സിലാക്കി വെക്കുക. ബാക്കി ഹാൻഡ്സ് ഓണിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് ടൈപ്പ് കാസ്റ്റിംഗ്. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ലൈക്ക് നോർമൽ ആയിട്ടുള്ള ഇതുണ്ട്, ഇത്ര വരെ നോക്കുക. ഓക്കെ, ഇതാണ് നോർമൽ ആയിട്ട് ഉണ്ടാവുക. ഈ സമയത്ത് നമുക്ക് എന്താണ്, നമുക്ക് ഇപ്പോൾ ATMന്റെ കേസ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്, ഇൻഡിജിനെ മാത്രമാണ് നമുക്ക് പിന്നായിട്ട് അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഈ ടൈപ്പ് കാസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഡാറ്റ ടൈപ്പ് കറക്റ്റ് കൊടുക്കുക. ഇൻപുട്ട് എടുക്കുന്ന സാധനത്തിൽ എന്താണോ ഡാറ്റ ടൈപ്പ് അത് കൊടുക്കുക. അതായത് ഈ ഒരു ഇൻപുട്ടിന്റെ മുന്നിൽ നമ്മൾ ഇൻഡ് ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആയി, ഡാറ്റ ടൈപ്പ് കാസ്റ്റ് ആയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ഡാറ്റ എപ്പോഴും ഇൻഡിജറിൽ മാത്രമേ എടുക്കൂ. അതിനാണ് ഈ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. സോ കൺവേർട്ടിംഗ് ഡാറ്റ ഫോർ അക്യുറേറ്റ് പ്രോസസ്സിംഗ്, അതായത് ഈ ഇപ്പോൾ ഇൻഡിജർ വേണമെങ്കിൽ ഇൻഡിലേക്ക് കൺവേർട്ട് ചെയ്യും, ഫ്ലോട്ട് വേണമെങ്കിൽ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ അതാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അതും സെറ്റായി. ഇനി അടുത്തുള്ളത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നിങ്ങൾ പണ്ട് മുതലേ എന്ത് മാത്തമാറ്റിക്സ് 1ാം ക്ലാസ്സിനൊക്കെ പഠിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് അഡീഷൻ, മൈനസ്, ഡിവിഷൻ, ഹരിക്കല്, മോഡുലസ്, പിന്നെ പവർ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കും. അതേപോലെ ഈ ഒരു പ്രോഗ്രാമിൽ വെച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇതൊക്കെ ഓരോന്നിനും എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഒന്ന് കൂട്ടാൻ, കുറയ്ക്കാൻ, ഹരിക്കാൻ, ഇത് സിസ്റ്റം റിമൈൻഡർ കാണാൻ, പിന്നെ ഇത് പവർ കാണാൻ. ബേസിക്കലി ഒരു എക്സാമ്പിൾ തരാം, കുറച്ചുകൂടി കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി അഡീഷൻ ആകുമ്പോൾ നമുക്ക് കൂട്ടാൻ 10 + 5, നോർമൽ സബ്സ്ട്രാക്ഷൻ 10 - 5, മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 സ്റ്റാർ. ഓക്കെ, സ്റ്റാർ എന്നുള്ള സംഭവമാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുക. ഡിവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലാഷ് എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, സോ മോഡുലസ് എന്ന് വെച്ചാൽ റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ട്, ഇത് ഹരിച്ചിട്ട് ഇതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതായത് 10 / 3 ആണെങ്കിൽ 3 × 3 അങ്ങനെ ഹരിച്ച് കൂട്ടിയിട്ട് ലാസ്റ്റ് ഇതിൻ്റെ റിമൈൻഡർ 1 വരും. ഓക്കെ, സോ അതേപോലെ എക്സ്പോണന്റ് എന്ന് വെച്ചാൽ 2 raised to എന്ന് പറയുന്ന സംഭവമാണ് എക്സ്പോണന്റ് എന്ന് വെച്ചാൽ. അതായത് 2 × 2 × 2, രണ്ട് ഫസ്റ്റ് വരുന്ന സംഭവം 2 സ്റ്റാർ ഇട്ടിട്ട് ഇത് 3 ആണെങ്കിൽ 2നെ 3 പ്രാവശ്യം ഗുണിച്ചത്, അതുപോലെ 4 ആണെങ്കിൽ 2നെ 4 പ്രാവശ്യം ഗുണിച്ചത്, അതാണ് എക്സ്പോണന്റ് എന്ന് പറയുന്നത്. അതേ സംഖ്യേനെ മൾട്ടിപ്പിൾ ആയിട്ട് അത്രയും ടൈം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയായില്ലേ. പൈത്തണിന്റെ കേസിലാണെങ്കിൽ ഒരു അഡീഷൻ എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സംഖ്യകൾ അഡീഷൻ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. സെയിം സംഭവം തന്നെ, ജസ്റ്റ് ആ ഒരു ഐക്കൺസ് യൂസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഗൈസ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പാരിസൺ ഓപ്പറേറ്ററിനെ പറ്റിയാണ്. എന്താണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബേസിക്കലി ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ID കാർഡ് ഉണ്ട്. ID കാർഡിൽ നിങ്ങളൊരു ഏജ് 17 ആണെന്ന് വിചാരിക്കുക. സോ 17 ഏജുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു റിയൽ ലൈഫ് സിനാറിയോ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ചെയ്യുക? ഒന്നുകിൽ നിങ്ങൾ 17 കൂടുതലാണെങ്കിൽ പുള്ളിക്കാരന് വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കണ്ടീഷൻ കൊടുക്കും, അല്ലെങ്കിൽ പറ്റില്ല. സോ അതിനെങ്ങനെയാണ് യൂസ് ചെയ്യുക? ഒരു വേരിയബിളിലെ സ്റ്റോർ ചെയ്ത വാല്യൂ നമുക്ക് കിട്ടുന്ന വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ ഇപ്പോൾ കാണാം, ഇഫ് എൽസ് നോക്കണ്ട, ഇവിടെ യൂസ് ചെയ്ത ഈ ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ഇതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ലൈക്ക് നിങ്ങളിപ്പോൾ ഏജ് 17 എന്നുള്ള വാല്യൂ നിങ്ങൾ പൈത്തണിൽ വേരിയബിൾ സ്റ്റോർ ചെയ്ത് പാസ് ചെയ്യുന്നു. അപ്പോൾ 17 എന്നുള്ളത് ഇവിടെ വരുന്നു. 17 > (= എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17 എന്ന് പറഞ്ഞ സംഖ്യ ഇപ്പോഴത്തെ നിൽക്കുന്ന സംഖ്യനെക്കാട്ടും വലുതാണോ ഇല്ലയോ നോക്കുന്നതാണ് ഈ കമ്പാരിസൺ ഓപ്പറേറ്റർ. അപ്പോൾ 17 വലുതാണോ? അല്ല. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ കയറാണ്ട് അടുത്ത ഈ ഒരു ബ്ലോക്കിലേക്ക് വരുന്നിട്ട് ഈ സംഭവം പ്രിന്റ് ചെയ്ത് കൊടുക്കും. സോ ഇതാണ് ബേസിക്കലി കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഇത് മാത്രമല്ല,
ഒരുപാട് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇതിൽ കാണുന്നതൊക്കെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. ലൈക്ക് രണ്ട് കാര്യങ്ങൾ വേരിയബിൾസോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, അത് ഈക്വൽ ആണോ നോക്കണ്ടെങ്കിൽ ഈക്വൽ ടു രണ്ട് ഈക്വൽ ടു വരും. അതേപോലെ ഈക്വൽ അല്ല നോക്കണ്ടെങ്കിൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഈക്വൽ ടു. ഇതൊക്കെ നമ്മൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യും. ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ബേസിക്കലി ഇതിൽ ഗ്രേറ്റർ ദാൻ ഒരു സംഖ്യനെക്കാളും വലുതാണോ നോക്കാൻ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതൊക്കെ നമ്മൾ കോഡ് ചെയ്തിട്ട് സെറ്റ് ആക്കുന്നതാണ്. ഓക്കെ. സോ അടുത്തത് നമ്മൾ പറയുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇത് ബേസിക്കലി 3 ഓപ്പറേറ്റേഴ്സ് ആണ്, ആൻഡ്, ഓർ, നോട്ട്. ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്നത് ലൈക്ക് രണ്ട് കാര്യങ്ങൾ എന്താണ് കമ്പയർ ചെയ്ത് ലൈക്ക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രൂ ആണോ അല്ലയോ എന്നുള്ള കണ്ടീഷൻസ്. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കോഡ് ചെയ്തിട്ട് നോക്കും. ഓക്കെ, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് എന്നുള്ള സംഭവം ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു കാര്യമുണ്ട്, ഒരു വേരിയബിൾ ഒരു സംഭവം ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു സംഭവം ഉണ്ട്. രണ്ടും വരുന്ന സമയത്ത് എന്താണ് ഔട്ട്പുട്ട് വരിക? ലൈക്ക് ഒരു കേസ് ട്രൂ ആവുന്ന സമയത്ത് മറ്റേ കേസും ട്രൂ ആവുന്ന സമയത്ത് ഇതൊരു ആൻഡ് എന്ന് വെച്ചാൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ പോലെ നിൽക്കുക. അതായത് ട്രൂ എന്ന് വെച്ചാൽ 1 ആണ്, ഫാൾസ് എന്ന് വെച്ചാൽ 0 ആണ്. സോ 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ ആയിരിക്കും. അതുപോലെ ട്രൂ എന്ന് വെച്ചാൽ 1 എന്നുള്ള വാല്യൂ എടുക്കുക, ഫാൾസ് എന്ന് വെച്ചാൽ 0 ഉള്ള വാല്യൂ. 1 ഇൻറ്റു 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും 0 ആയിരിക്കും. സോ അതുപോലെ ആൻഡ് ഓർമ്മിച്ച് വെക്കാം. ഓർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർ കണ്ടീഷനിൽ എപ്പോഴൊക്കെ ട്രൂ വരുന്നോ അപ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഓക്കെ. സോ എ ഓർ ബി, അതായത് ട്രൂ ഓർ ഫാൾസ് വരുന്ന സമയത്ത് ട്രൂ ഉണ്ടെങ്കിൽ ട്രൂ ആണ്, ട്രൂ വരുന്ന സമയത്ത് ട്രൂ ആണ്, ഫാൾസ് ഓർ ഫാൾസ് വരുന്ന സമയത്ത് ഫാൾസ്, അതിൽ ട്രൂ ഇല്ല. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യും. ഓക്കെ, എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകല്ല, കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നോട്ട് ട്രൂ എന്ന് വെച്ചാൽ ഫാൾസ് ആണ്, നോട്ട് ഫാൾസ് എന്ന് വെച്ചാൽ ട്രൂ ആണ്. അതായത് ട്രൂ അല്ലാത്തത് നോട്ട് എന്ന് പറയുന്നത്, അപ്പോൾ അത് ഫാൾസ് അല്ലാത്തത് ട്രൂ. ഓക്കെ, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലായി. ആൻഡ്, ഓർ, നോട്ട് എന്നുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് എന്നാൽ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവും. നിങ്ങളൊരു വർക്ക് പ്ലേസിലേക്ക് എൻ്റർ ചെയ്യുന്നത്, നിങ്ങളൊരു കമ്പനിയിലോ അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലോ എവിടെയാണെന്ന് വെച്ചാൽ ഒരു സംഭവത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് രണ്ട് കണ്ടീഷൻ നോക്കും. നിങ്ങൾക്ക് ID കാർഡ് ഉണ്ടോ, നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ടോ. അറ്റൻഡൻസും ഐഡന്റിറ്റി കാർഡും ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ചില പരീക്ഷ കാർഡിലേക്ക് കയറ്റിവിടും. സോ അതേപോലെ നമ്മളൊരു ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ആ പുള്ളിക്കാരന് എന്താണ് പരീക്ഷ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ കയ്യിൽ ID കാർഡ് ഇപ്പോൾ ഉണ്ടോ, അറ്റൻഡൻസ് കംപ്ലീറ്റ് ആണോ, അത് രണ്ടും ഉണ്ടെങ്കിൽ ആക്സസ് ഗ്രാൻഡഡ് ആണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സസ് ഗ്രാൻഡഡ് ആണ് ആൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ടേബിൾസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, ട്രൂ ട്രൂ ട്രൂ, ട്രൂ ഫാൾസ് ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ് ഫാൾസ് ആൻഡ് ഫാൾസ് ഫാൾസ്. ഓക്കെ, സോ അതായത് 1 0 വെച്ചിട്ട് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെയുള്ളത് ഓർ ഓപ്പറേറ്റർ ആണ്. എനി കണ്ടീഷൻ, അതായത് ഒരു എന്താണ് നിങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണോ മെമ്പർ ആണോ നോക്കും. ഓക്കെ, ഈസ് എ സ്റ്റുഡൻ്റ് ആകുന്ന സമയത്ത് ഡിസ്കൗണ്ട് അപ്ലൈ കിട്ടും ഒരു കോഴ്സിൻ്റെ. ലൈക്ക് ആപ്ലിക്കേഷനിലേക്ക് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ഓർ കണ്ടീഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ സ്റ്റുഡൻറ്റ് മെമ്പർ ആണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും ലൈക്ക് ഡിസ്കൗണ്ട് അപ്ലൈഡ്. ഓക്കെ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആകുന്ന സമയത്ത് ഇപ്പോൾ ഈ ട്രൂ എന്നുള്ള ഈ സ്റ്റുഡൻറ്റ് എന്ന് വെച്ച സംഭവം ട്രൂ ആയിരിക്കും, ഫ്ലാഗ് ആണ്, ഇതിലൊക്കെ ഫ്ലാഗ് എന്ന് പറയും. ഓക്കെ, ഇത് ചിലപ്പോൾ ഈ മെമ്പർ എന്നുള്ള ഫ്ലാഗ് വരുന്ന ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ആക്കി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു കണ്ടീഷൻ ട്രൂ ആകുന്ന സമയത്ത് ഡിസ്കൗണ്ട് അപ്ലൈ. ഓക്കെ, മനസ്സിലായില്ലേ? സോ നോട്ട് ഓപ്പറേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈസ് ആക്സസ്, ഇപ്പോൾ ഡിവൈസ് ആക്സസ് ചെയ്യുന്ന സമയത്ത് അഡ്മിൻ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആക്സസ് അലോ ചെയ്യും, അല്ലാത്ത സമയത്ത് നോർമൽ ആയിട്ടുള്ള ആക്സസ് ആയിരിക്കും. ഓക്കെ, സോ അതിനെല്ലാം നോട്ട് അഡ്മിൻ ലൈക്ക് ഈസ് അഡ്മിൻ, ലൈക്ക് ഈസ് അഡ്മിൻ എന്നുള്ള ഫ്ലാഗ് ഇല്ലെങ്കിൽ ലൈക്ക് ഫാൾസ് ആണെങ്കിൽ ആക്സസ് അലൗഡ്. ഓക്കെ, മനസ്സിലായില്ലേ? ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക സംഭവം കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, പിന്നെയുള്ളത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. കണ്ടീഷണൽ പേരുണ്ട്, ഓരോ കണ്ടീഷനിൽ മാത്രം സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇഫ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, എലിഫ് എന്നുള്ളതുണ്ട്, എൽസ് എന്നുള്ളത്. ഇഫ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ ട്രൂ ആകുന്ന സമയത്ത് ഇഫിലേക്ക് വരും, ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആകുന്ന സമയത്ത് എലീഫിലേക്ക് വരും, ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആകുന്ന സമയത്ത് എൽസിലേക്ക് വരും. ഓക്കെ, മുമ്പിലത്തെ എല്ലാ കണ്ടീഷനും ഫാൾസ് ആകുന്ന സമയത്താണ് എൽസിലേക്ക് വരിക. ഓക്കെ, സോ ഇതൊക്കെ റിയൽ ലൈഫ് ആയിട്ട് ഹാൻഡ്സ് ഓൺ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്. സോ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, സോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നിങ്ങൾ കോളേജിലോ XLC എവിടെയാണ് പഠിക്കുന്ന സമയത്ത് മാർക്കിംഗ് ഉണ്ടാവും, മാർക്ക് അനുസരിച്ചാണ് നിങ്ങൾക്ക് ഗ്രേഡും കാര്യങ്ങളൊക്കെ തരിക. ഫോർ എക്സാമ്പിൾ
ചിലർക്ക് 90 മാർക്ക്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് എക്സാം കഴിഞ്ഞ് മാർക്ക് നിങ്ങൾക്ക് വന്നത് 78ആണ്. സോ ഈ 78 എ ആണോ ബി ആണോ സി ആണോ എഫ് ഫെയിൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കണ്ടീഷൻസ് ചെയ്തു. ലൈക്ക് ഇഫ് മാർക്ക് നമുക്ക് കിട്ടിയ മാർക്സ്, അതായത് ഇവിടെ കൊടുത്ത വേരിയബിളുള്ള മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ ഒരു ചിഹ്നത്തിന്റെ ഈ ഒരു വലിയ സ്ഥലം മൊന വരുന്ന സ്ഥലം എന്താണ് ചെറുതാണ്, ഇപ്പുറത്തെ വരുന്നത് വലുതാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇഫ് 78 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണോ, 90-നെക്കാട്ടും വലുതാണോ 78? അല്ല. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ കയറാണ്ട് ഇവിടെ വരും. ഇവിടെ വന്ന് നോക്കും 78 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75, 75-നെക്കാട്ടും ഈക്വലും കൂടുതലും ആണോ നോക്കും. അതെ, കൂടുതലാണ്. അപ്പോൾ പുള്ളിക്കാരന് ബി എന്നുള്ള ഒരു ഗ്രേഡ് അസൈൻ ചെയ്ത് കൊടുക്കും. ഇതാണ് മാർക്കിംഗ് സിസ്റ്റത്തിൽ നമ്മളെ ആപ്ലിക്കേഷനിലൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ അതേപോലെ ഓരോ കണ്ടീഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ ഇത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ജസ്റ്റ് ഒന്നും കൂടി വാച്ച് ചെയ്യാൻ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാൻഡ്സ് ഓൺ ആയിട്ട് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും. ഗൈസ് ഇനി നമുക്ക് ഡേ 2ന്റെ ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇന്നലെ ഡേ 1 ക്രിയേറ്റ് ചെയ്ത ആ ഒരു പൈത്തൺ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക ഡേ 2-ന് വേണ്ടിയിട്ട്. ഡേ 2 എന്ന് പറയാം. ഓക്കെ, സോ എന്നിട്ട് ഓരോ ഡേയിലും നമ്മൾ ഓരോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യാം, റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട്. എന്നിട്ട് കോഡ് സ്പേസ് ഡോട്ട്, നമ്മൾ നോർമലി VS കോഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ്. ഓക്കെ, സോ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് VS കോഡ് സംഭവം ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ബാക്കി വിൻഡോസ് എല്ലാം ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, പൈത്തൺ ഫയൽ. അതിനൊരു പേര് day2.py എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്, നോർമലി നിങ്ങൾ മറ്റേ ATM മെഷീൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ നമുക്കൊരു ഇൻപുട്ട് എടുക്കുന്ന സമയത്ത് നമ്മളൊരു യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേര് ഇൻപുട്ട് മെത്തേഡ് എന്നാണ്. സോ അതെങ്ങനെ പൈത്തണിൽ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ നെയിം എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനകത്ത് നമുക്ക് ഒരു വാല്യൂ നമുക്ക് എടുക്കണമെങ്കിൽ, യൂസറിൻ്റെ ടൈപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഇൻപുട്ട് മെത്തേഡ്. ഇൻപുട്ട് എന്ന് കൊടുക്കുന്നു. സോ യൂസറുടെ മീൻസ് മനസ്സിലാക്കേണ്ടിരിക്കും എന്താണ് യൂസറിന് അടിക്കേണ്ടത്. ലൈക്ക് എൻ്റർ യുവർ നെയിം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നു. ഓക്കെ, കണ്ടു പേടിക്കണ്ട, എല്ലാം പറഞ്ഞുതരാം. സിമ്പിളായിട്ട് സംഭവമാണ്, പറഞ്ഞുതരാം. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് ചെയ്യുക. പ്രിന്റ് ഇത്രയും മതി. പ്രിന്റ് ഹലോ എന്നുള്ളത് ജസ്റ്റ് ഒരു സ്ട്രിങ് നമ്മൾ ഹാർഡ് കോഡ് ചെയ്യുന്നു. പിന്നെ പ്ലസ് കോൺകാനറ്റിക് മീൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, രണ്ടും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നെയിം എന്നുള്ള സാധനം ഇവിടെയുള്ള സംഭവം, അതായത് ഇതിനകത്ത് എന്താണോ വരുന്ന വാല്യൂ അത് റിയൽ ടൈം ആയിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി Ctrl J ക്ലിക്ക് ചെയ്യുന്നു, ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ടെർമിനൽ ഓപ്പൺ ചെയ്ത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ടെർമിനൽ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഫയൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ ടൈപ്പ് ചെയ്ത് ഫയലിൻ്റെ പേര് കൊടുക്കുന്നു. സോ അപ്പോൾ ഒരു മെസ്സേജ് കാണിക്കും എൻ്റർ യുവർ നെയിം. ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾ UI കാണിക്കുന്നത്, UI ഇപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഫ്രണ്ട് എൻഡിൽ കാണിക്കുന്നത് നിങ്ങളിപ്പോൾ ഈ ഒരു സംഭവമായിരിക്കും. ആ സംഭവത്തിൽ നമ്മൾ എന്താണോ വാല്യൂ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. ലൈക്ക് ATMൻ്റെ കേസിലും എൻ്റർ യുവർ പിൻ എന്നുള്ള സംഭവം കാണിച്ചു കൊടുക്കുന്നു. അത് ഈ ഒരു സംഭവം മെത്തേഡ് വെച്ചിട്ടാണ്. സോ ഇത് എൻ്റർ അമർത്തിൻ്റെ എന്താണ് ഹലോ ജിസ്റ്റു എന്നുള്ള സംഭവം സംഭവം എന്താണ്, ഈ ഒരു പൈത്തൺ ഫയൽ റൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കോഡ് എന്താണ്, ഇത് ഇൻ്റർപ്രെറ്റർ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് കോഡ് ഈ സംഭവം റൺ ചെയ്യും. ഈ സംഭവം റൺ ചെയ്ത് ഈ ഒരു സംഭവം പ്രിന്റ് ചെയ്ത് വരും ഫസ്റ്റ്. എന്നിട്ട് ഈ ഇൻപുട്ട് ഉള്ളതുകൊണ്ട് ഇൻപുട്ട് എടുക്കുക, യൂസറിന് എടുക്കുന്ന ടൈപ്പ് ചെയ്യുന്ന സാധനം എടുക്കുക, ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് പിന്നെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഹലോ ഈ വേരിയബിൾ എന്താണോ ടൈപ്പ് ചെയ്ത വാല്യൂ അത് പ്രിന്റ് ചെയ്ത് വന്നു ഇവിടെ ഹലോ ജിഷ്ണു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി അടുത്ത കേസ് വരുന്നത് ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. സംഭവം ഒന്നുമില്ല, പേര് തന്നെയാണ് ടൈപ്പ് കാസ്റ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ATMൻ്റെ കേസിലാണെങ്കിൽ ATM പിൻ അടിക്കുന്നത് എന്താണ്, ഇൻഡിജർ ആണ്. സോ നിങ്ങൾക്ക് ഇതിന്റെ ടൈപ്പ് എന്തായിരിക്കും നിങ്ങൾ തന്നെ പറ, ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് നോർമൽ ആണ്, നെയിം ഒക്കെ വരുന്നത് സ്ട്രിങ് ആണ്. സോ അത് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രിന്റ് ടൈപ്പ് ഓഫ് നെയിം എന്ന് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഇത് എടുത്ത് കളയില്ല, കൺഫ്യൂഷൻ ആവും. എന്നിട്ട് നമുക്കൊന്നുകൂടെ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ടൈപ്പ് കണ്ടുപിടിക്കേണ്ട സംഭവം. സോ ജിസ് നടിക്കുന്നു. സോ ക്ലാസ് സ്ട്രിങ്. ഓക്കെ, നമുക്ക് നമ്മുടെ എന്താണ് ATMൻ്റെ കേസിൽ എന്താണ് വേണ്ടത്, പിന്നാണ് വേണ്ടത്. എൻ്റർ യുവർ പിന്ന്. സോ പിൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഇൻഡിജർ ആണ്, നമ്പർ ആണ്, 1 2 3 4 അങ്ങനത്തെ പിന്നാണ്. സോ ആ സമയത്ത് എന്താ നമ്മൾ ചെയ്യുക,
ഓക്കെ, ഇതിപ്പോൾ സ്ട്രിങ് മാത്രമേ എടുക്കൂ, സ്ട്രിങ് എടുത്ത പരിപാടി നടക്കില്ല. സോ അന്നേരമാണ് ടൈപ്പ് കാസ്റ്റിംഗ് വരിക. അതിന് ഇൻഡിജറിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ സാധനത്തിന് ജസ്റ്റ് ഒന്ന് ഇൻഡ് എന്ന് എഴുതിയിട്ട് ഒരു പാരന്തസിസ് ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഇട്ട് കൊടുക്കുക. സോ എൻ്റർ യുവർ പിൻ അടിച്ച് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 2 3 ഇൻഡിജർ മാത്രമാണ്, അതുകൊണ്ട് 1 2 3 കൊടുക്കേണ്ടത്. എൻ്റർ ആകുമ്പോഴത്തേൻ്റെ ക്ലാസ് ഇൻഡിജർ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ടൈപ്പ് കാസ്റ്റിംഗ്. ഇവിടെ ഇപ്പോൾ മറിച്ച് നിങ്ങൾ സ്ട്രിങ് കൊടുത്താൽ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ അടിക്കും. കാരണം ഇൻഡിജറിൽ ഇൻഡിജർ വാല്യൂ മാത്രമേ വരാവൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് അടിക്കും. ഇപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിച്ചിട്ടുണ്ട് ലിറ്ററൽ ഫോർ ഇൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ടൈപ്പ് കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻഡിജർ വാല്യൂ മാത്രമേ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ടൈപ്പ് കാസ്റ്റിംഗ് സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി അടുത്ത പറയാൻ പോകുന്നത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ അരിത്മെറ്റിക് അങ്ങനെ എന്തോ ആണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. സോ ബേസിക്കലി എന്തൊക്കെയാണുള്ളത്? സോറി, അഡീഷൻ ഉണ്ട്. അഡീഷൻ ബേസിക്കലി ഇത്രയാണ്, പ്രിന്റ് 2 + 3. ഈ കമൻസ് ഒന്നും റെഡി ആകുന്നില്ല. അഡീഷൻ പ്രിന്റ് 2 + 3 എന്താണ്? റൺ ചെയ്ത് നോക്കിയാൽ എന്താണ്? 5. സിമ്പിൾ. ഇതിപ്പോൾ വേണമെങ്കിൽ 2 വേരിയബിൾ ഇടാം. a = 2, b = 3. അപ്പോൾ നമ്മളിവിടെ c = a + b, എന്നിട്ട് നമ്മൾ ഇവിടെ c കൊടുക്കുക. ഓക്കെ, സോ ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? സെയിം സംഭവം തന്നെ. വേരിയബിളിനകത്ത് നമ്മൾ വാല്യൂ കൊടുത്ത് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ അടുത്തെന്താ സാധനം? സബ്സ്ട്രാക്ഷൻ. d = a - b. ഓക്കെ, ഇതൊരു പുതിയ വേരിയബിൾ ഇടുന്നു. a എന്ന് b മൈനസ് ആകുന്നത്. ജസ്റ്റ് സബ്സ്ട്രാക്ഷൻ ഇങ്ങനെ ചെയ്യുക, പ്രിന്റ് d കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ -1 വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു -1 വന്നിട്ടുണ്ട്. സിമ്പിളാണ് സംഭവം. 2 ന്ന് 3 കുറച്ചിട്ടുണ്ടെങ്കിൽ -1 ആണ്. ഓക്കെ, ഇത്രയാണ്. ജസ്റ്റ് സിമ്പിളായുള്ള ടേം ആയതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ. e = a * b, പ്രിന്റ് e. ഓക്കെ, കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ? 5 - 1 6. അതായത് ഇത് ഓരോന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇനി ഓക്കെ, സോ പ്രിന്റ് e എന്ന് പറയുന്നത് 6 ആണ്. 2 × 3 എന്ന് വെച്ചാൽ 6 ആണ്. a * b. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ എന്താണ് പണ്ട് ചെറുപ്പത്തിൽ കണക്കൂട്ടൽ പഠിച്ച പോലെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെയുള്ള ഡിവിഷൻ പ്രിന്റ് f a / b എന്താണ് വരിക? 0. അത് വിട്, ഇത് ഡിവൈഡ് ചെയ്താൽ അത്രയാണ് വാല്യൂ കിട്ടുക. ഓക്കെ, സോ ഇനി അടുത്ത് എന്താണ്? ഒന്നും കൂടി ഉണ്ടായിരുന്നല്ല, മോഡുലസ്. ഓക്കെ, പ്രിന്റ് g. ഓക്കെ, മോഡുലസ് റിമൈൻഡർ 2 കിട്ടും. ഓക്കെ, ഇത്രയാണ് ബേസിക്കലി നമ്മുടെ അഡീഷനും മറ്റേ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, സിമ്പിളാണ്, വലിയ ഡൗട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. സോ അടുത്ത നമുക്ക് വരേണ്ടത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. എന്താണ് ബേസിക്കലി കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്? ലൈക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതെല്ലാം വരുന്നതാണ് ഈ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് പറയുന്നത്. കാണിച്ചു തരാം. ഓരോന്ന് ഞാൻ അടിച്ച് കാണിച്ചു തരാം. സോറി. ഓക്കെ, ബേസിക്കായിട്ട് ഇത്രയും പിന്നെ ഒരു 2 എക്സ്ട്രാ അഡീഷണൽ വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 വാല്യൂ ചെയ്തിട്ടുണ്ട്. a = 10, b = 20. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും വരിക? a > b. ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ ഈ മൊനയുള്ള സാധനമില്ലേ, ഈ മൊന എന്ന് വെച്ചാൽ ഈ ഷാർപ്പ് എഡ്ജ്, ഈ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാധനത്തിനെക്കാളും ചെറുതായിരിക്കണം. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ വരുന്നതിന് നമ്മൾ ഗ്രേറ്റർ ദാൻ, അതായത് ഇതിനേക്കാളും വലുത്, ഈ വലിയ ഓപ്പൺ ആയിട്ടുള്ള സാധനം ഗ്രേറ്റർ ദാൻ എന്ന് പറയും. ഇപ്പോൾ തിരിച്ചിട്ടാണെങ്കിൽ ലെസ് ദാൻ. ഓക്കെ, a > b ആണോ? 10 20നേക്കാളും വലുതാണോ? അല്ല, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് വരും. ഓക്കെ, അതേപോലെ ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് ഈ 2 വേരിയബിളും ചെക്ക് ചെയ്ത് ഓരോൻ്റെ ഔട്ട്പുട്ട് അതിന് കണക്കായിട്ട് വരും. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഫാൾസ് വന്നു, ട്രൂ വന്ന്, ഫാൾസ് വന്നു, ട്രൂ വന്നു. ഇത് ഓൾറെഡി കമൻറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിളാണ്. കമ്പയർ ചെയ്യുക, 2 വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഓക്കെ, ഒരു സിംഗിൾ ഈക്വൽ ടു വെച്ചാൽ പരിപാടി നടക്കില്ല, 2 ഈക്വൽ ടു വെക്കണം. ഓക്കെ, സോ അതുമായി. ഇനി അടുത്ത ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നോക്കാം. ലോജിക്കലായിട്ടുള്ള സംഭവങ്ങളാണ്. അതായത്
കാണിച്ചു തരാം. സിമ്പിളാണ്. ഇതിപ്പം കണ്ടില്ലേ, എക്സ് എന്ന് വെച്ചാൽ വേരിയബിളിൽ നമ്മൾ ട്രൂ എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ട്രൂ എന്നുള്ള ഒരു ബൂളിയൻ വാല്യൂ ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിട്ടുണ്ട്. വൈ എന്നുള്ള വേരിയബിളിൽ ഫാൾസ് എന്നുള്ള ഒരു ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രിന്റ് എക്സ് ആൻഡ് വൈ എന്നുള്ള സംഭവം വരുന്നത്, നമ്മളിപ്പോൾ ആൻഡ് പറയുമ്പോൾ 1 എന്നുള്ള സംഭവം മീൻസ് ഇൻറ്റു പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് ഇൻറ്റു വൈ, അപ്പോൾ എന്താണ് 1 ഇൻറ്റു 1, ട്രൂ എന്നുള്ളത് 1 ആണ്, ഫാൾസ് എന്നുള്ളത് 0 ആയിരിക്കും. 1 ഇൻറ്റു 0 എന്താണ് 0, അപ്പോൾ ഫാൾസ്, 0ന്റെ കറസ്പോണ്ടിങ് ഫാൾസ്. ഓക്കെ, ജസ്റ്റ് രണ്ടും ആൻഡ് ഓർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിരുന്നെങ്കിൽ അത് ട്രൂ ആവും. 1 ഓർ 0, അതായത് 1 ട്രൂ ഓർ ഫാൾസ് ആണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ ട്രൂ ഇവിടുന്ന് വരുന്നതാണ്. ഓക്കെ, നോട്ട് എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൾസ് ആണ്, നോട്ട് വൈ എന്ന് വെച്ചാൽ ട്രൂ ആണ്. അതായത് എക്സ് അല്ലാത്തത് നോട്ട് എക്സ്, എക്സ് അല്ലാതെ എക്സിന്റെ വാല്യൂ ഇപ്പോൾ ട്രൂ ആണ്, നോട്ട് എക്സ് എന്ന് വെച്ചാൽ ട്രൂ അല്ലാത്തത് അത് ഫാൾസ്. ജസ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റർ ജസ്റ്റ് മനസ്സിലാക്കി നോക്കി, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത്. ഓക്കെ ഓക്കെ, പിന്നെയുള്ളത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറയാൻ പോകുന്നത് എ ഒന്നും വേണ്ട, നമുക്ക് ഡയറി മിൽക്ക് പ്രൈസ് പറയാം ഈക്വൽ ടു 100. ഓക്കെ, സോറി, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഡയറി മിൽക്ക് പ്രൈസ് 100 ആണ്. ഡയറി മിൽക്ക് പ്രൈസ് 100-നേക്കാളും ലെസ് ദാൻ 100 ആണെങ്കിൽ ദ പ്രൈസ് ഈസ് ലെസ് ദാൻ 100. ഓക്കെ, ജസ്റ്റ് അത് പ്രിന്റ് ചെയ്യുന്നുണ്ട്. എലിഫ് ഡയറി മിൽക്ക് പ്രൈസ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, 100 താഴെ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിലേക്ക് വരും. DM പ്രൈസ് ഈക്വൽ ടു 100 ആണെങ്കിൽ ദ പ്രൈസ് ഈസ് 100. ഇതിനൊരു കണ്ടീഷൻ കൂടി ഉണ്ട്, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ എൽസ്. ഓക്കെ ഓക്കെ, സോ നമ്മൾ ഇത് റൺ ചെയ്യാൻ നോക്കാം. ദ പ്രൈസ് ഈസ് 100. അപ്പോൾ ഏത് ലൂപ്പിലാണ് കയറിയത്, ഈ ഒരു കണ്ടീഷനിലേക്കാണ് കയറുക. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് 11 കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാണ് കയറുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം ലോജിക്ക്. ദ പ്രൈസ് ഈസ് ലെസ് ദാൻ 100, സിമ്പിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു വാരിയബിളിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു, ഈ വാരിയബിളിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഓരോ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് ചെയ്യുന്നു. അതായത് നമുക്ക് ഓരോ കാര്യങ്ങൾ കണ്ടീഷണലായി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈഫ്, എലിഫ്, എൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളാണ്. നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാൻ മനസ്സിലാവും. ഇവിടെ നമ്മൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തിട്ട് മീൻസ് കോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേ 2 സെഷൻസ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ മാറ്റേഴ്സ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഓക്കെ, സോ നമുക്കിനി അടുത്ത സെഷനിൽ ഇതിനും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കൂടുതൽ നല്ല കാര്യങ്ങൾ പഠിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.